രസകരമായ ഗെയിംസും ഡാൻസുമെല്ലാമായാണ് പൂക്കാട് കലാലയത്തിൽ കളിയാട്ടം 2026 ആരംഭിച്ചത്. 4, 5, 6, 7, 8, 9, 10. മലപ്പുറം, പാലക്കാട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നടക്കം 400 കുട്ടികളാണ് അവധിക്കാലം ആഘോഷമാക്കാൻ ക്യാമ്പിലേക്ക് എത്തിയത്. ഇവരെ 10 ഗ്രൂപ്പുകളായി തിരിച്ചാണ് രസകരമായ ഗെയിം സംഘടിപ്പിക്കുന്നത്. ആവേശം പകർന്ന് 25 ലീഡർമാരും ഇവർക്കൊപ്പമുണ്ട്. കളിയിലൂടെ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് പൂക്കാട് കലാലയം ജനറൽ സെക്രട്ടറി ശിവദാസ് പറഞ്ഞു. ഒരു സാമൂഹ്യ യുഗത്തിലേക്ക് പോകുന്ന കുട്ടികളെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയിൽ നിന്നാണ് ഇത്തരം ക്യാമ്പുകൾ ഒരു ആവശ്യം നമ്മളെ യോഗത്തിൽ ഉയർന്നു വന്നത്. ചുരുങ്ങിയ കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ക്യാമ്പ് ഇന്നിപ്പോൾ ഏതാണ്ട് 400 കുട്ടികൾ, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുള്ള 400 കുട്ടികൾ അതിൽ പങ്കെടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കുട്ടികൾക്കുള്ള ഒരു വളർച്ച നമുക്ക് ദൃശ്യമാണ്. നാടക സംവിധായകൻ മനോജ് നാരായണനാണ് ക്യാമ്പ് ഡയറക്ടർ. ഇവിടെ സമ്മർ ക്യാമ്പിലപ്പുറം കുട്ടികളെ എല്ലാ തരത്തിലുള്ള അവരെ കളിക്കും. രാവിലെ 7 മണി മുതൽ 8:30 വരെ കളി മാത്രമല്ല, അവർ നാടകം കാണുന്നു, അവർ സല്ലാപത്തിലേർപ്പെടുന്നു, അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് നാടകയാത്ര നടത്തുന്നു. അങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റി പലതരത്തിൽ കൊണ്ടുവരാനുള്ള പലതരം ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ കുട്ടികൾ തമ്മിൽ അന്യോന്യം സംസാരിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിലല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുകൊണ്ട് അവർ അവധിക്കാലം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചില കളികളും അതിലൂടെ ചില ഒരുപാട് കാര്യങ്ങളിലേക്കും പോകുന്നതാണ് ഈ കളിയാട്ടം. ക്യാമ്പ് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ക്യാമ്പൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ ഡാൻസ് എല്ലാം കളിച്ച് നല്ല എനർജിയാണ് എല്ലാം. പിന്നെ മനോജ് മാഷും എല്ലാവരും വന്നു. പിന്നെ എല്ലാവരും നമ്മളെ കൂടെ സപ്പോർട്ടാണ്. ഗെയിമുകൾ മാത്രമല്ല, വൈകുന്നേരങ്ങളിലെ നാടകവും ക്യാമ്പിലെ മറ്റൊരു സവിശേഷതയാണ്. ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് ക്യാമ്പിന്റെ അവസാന ദിവസം കുട്ടികൾ തന്നെ നാടകം അവതരിപ്പിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 21 വരെയാണ് കളിയാട്ടം ഉണ്ടാവുക. അതിനുശേഷം 23 വരെ കുട്ടിക്കളിയാട്ടവും നടക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.